കരുണയുടെ ജൂബിലി വർഷം പ്രഖ്യാപിച്ച ഉദ്ഘാടനം ചെയ്ത വേളയിൽ കത്തോലിക്ക തിരുസഭയുടെ പരമാധ്യക്ഷൻ ഫ്രാൻസിസ് മാർപ്പാപ്പ സംസാരിച്ചപ്പോൾ ഇങ്ങനെ ചില കാര്യങ്ങൾ പറഞ്ഞത് ഞാൻ നിങ്ങളുടെ മുൻപിൽ ഒന്നോർക്കുകയാണ്. പരിശുദ്ധ പിതാവിന്റെ വാക്കുകൾ, കരുണയുടെ ഈ ജൂബിലി വർഷം ഇത് സഭയ്ക്ക് നല്ലതാണ് എന്നതിനേക്കാൾ ഇത് സഭയ്ക്ക് ആവശ്യമാണ് എന്ന് പറയാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സഭയ്ക്ക് ഇത് നല്ലതാണ് എന്നതിനേക്കാൾ സഭയ്ക്ക് ഇത് ആവശ്യമാണ് എന്ന് പങ്കുവെക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നിട്ട് പരിശുദ്ധ പിതാവ് തുടരുന്നു, എത്രയോ മക്കളാണ് ദൈവത്തിന്റെ കാരുണ്യത്തിൽ നിന്നും സ്നേഹത്തിൽ നിന്നും ദൈവത്തിന്റെ നന്മയിൽ നിന്നും അകന്നു കഴിയുക. ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്നും ദൈവത്തിന്റെ കാരുണ്യത്തിൽ നിന്നും അകന്നു കഴിയുന്ന എല്ലാ മക്കൾക്കും അവിടുത്തെ കാരുണ്യത്തിലേക്ക് മടങ്ങി വരാനായിട്ട് സാധിക്കണം. അതിനൊരവസരം നാം അവർക്ക് വേണ്ടി തുറന്നു കൊടുക്കേണ്ടിയിരിക്കുന്നു. എന്നിട്ട് ഇങ്ങനെ ഒരു വാചകം കൂടി പരിശുദ്ധ പിതാവ് കൂട്ടിച്ചേർക്കുന്നു, കാരുണ്യവാനായ ദൈവത്തെ സംലഭ്യനാക്കാനും ദൈവത്തിന്റെ കാരുണ്യത്തെയും സ്നേഹത്തെയും അനുഭവവേദ്യമാക്കാനും സഭയ്ക്കെന്നും സാധിക്കണം. പ്രത്യേകിച്ച് ദൈവത്തിന്റെ സാന്നിധ്യവും ദൈവത്തിന്റെ സാമീപ്യവും ദൃശ്യമാക്കി കൊടുക്കാനും സഭയ്ക്ക് സാധിക്കണം. എത്രയോ മക്കൾ ദൈവത്തിന്റെ കാരുണ്യത്തിൽ നിന്ന് അകന്നു കഴിയുന്നു. എത്രയോ മക്കൾ ഇനിയും ദൈവത്തിന്റെ സ്നേഹവും നന്മയും തിരിച്ചറിയാതെ അകന്നു കഴിയുന്നു ദൈവത്തിൽ നിന്ന്. പ്രിയപ്പെട്ടവരെ, ഈ മണിക്കൂറിൽ എപ്പോഴാണ് ഒരു വ്യക്തി ദൈവത്തിന്റെ കാരുണ്യത്തിൽ നിന്ന് അകലുക? എങ്ങനെയാണ് ഒരു വ്യക്തി ദൈവത്തിന്റെ നന്മയിൽ നിന്നും സ്നേഹത്തിൽ നിന്നും അകലുക? നമുക്കത് ധ്യാനിക്കാം, മനസ്സിലാക്കാം. ഒപ്പം എപ്പോഴാണ് ഒരു വ്യക്തി ദൈവത്തിന്റെ കാരുണ്യത്തിലേക്ക് മടങ്ങി വരിക? എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് ദൈവത്തിന്റെ സ്നേഹവും നന്മയും തിരിച്ച് അറിയാനായിട്ടും സ്വന്തമാക്കാനായിട്ടും സാധിക്കുക? നമുക്കതിനെക്കുറിച്ചും പ്രിയപ്പെട്ടവരെ ഈ മണിക്കൂറിൽ ദൈവ തിരുമുമ്പിലിരുന്ന് ദൈവത്തിന്റെ വചനം മനസ്സിലാക്കാനും ധ്യാനിക്കാനും പരിശ്രമിക്കാം. ഈ ഒറ്റയ്ക്കൊരു കാര്യത്തെക്കുറിച്ച്, എങ്ങനെയാണ് എപ്പോഴാണ് ദൈവത്തിന്റെ കരുണയിൽ നിന്ന് നിങ്ങളും ഞാനും അകലുക? എങ്ങനെയാണ് എപ്പോഴാണ് ആ കാരുണ്യത്തിലേക്ക് വീണ്ടും കടന്നു വരിക? ഒറ്റയ്ക്കൊരു കാര്യം മാത്രം ഈ ഒരു മണിക്കൂറിൽ നമുക്ക് ദൈവ തിരുമുമ്പിലിരുന്ന് മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യാം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ കാരുണ്യത്തിൽ നിന്ന് അകന്നു പോകുന്ന നൊമ്പരത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കുമ്പോൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ 59-ാം അധ്യായത്തിലെ ആദ്യത്തെ 2 തിരുവചനങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തുകയാണ്. ഈ പോട്ടയിൽ വന്നിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരും എനിക്കറിയാം ഒരുപാട് വട്ടം കേട്ടിട്ടുള്ള ധ്യാനിച്ചുള്ള തിരുവചനങ്ങളാണിത്. എങ്കിലും ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു, ആ വചനങ്ങൾ ദൈവം അരുളി ചെയ്യുന്നു, രക്ഷിക്കാനാകാത്ത വിധം എന്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാകാത്ത വിധം എന്റെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. പക്ഷെ നിന്റെ അകൃത്യങ്ങൾ നിന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു. നിന്റെ പാപങ്ങൾ ദൈവത്തിന്റെ മുഖം നിന്നിൽ നിന്ന് മറച്ചിരിക്കുന്നു. ഒരിക്കൽ കൂടി കേൾക്കാം സഹോദരങ്ങളെ, രക്ഷിക്കാനാകാത്ത വിധം കരം കുറുകിയിട്ടില്ലെന്നും കേൾക്കാനാകാത്ത വിധം കാതുകൾ അടഞ്ഞിട്ടില്ലെന്നും അരുളി ചെയ്യുന്ന ദൈവം തുടർന്ന് കൂട്ടിച്ചേർക്കുന്നു, എന്നാൽ നിന്റെ അകൃത്യങ്ങൾ നിന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു. നിന്റെ പാപങ്ങൾ ദൈവത്തിന്റെ മുഖം നിന്നിൽ നിന്ന് മറച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. തിരുവചനത്തിൽ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു, പഠിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അകൃത്യങ്ങളും നമ്മുടെ പാപങ്ങളും നമ്മെ ദൈവത്തിൽ നിന്നകറ്റും. ദൈവത്തിന്റെ കാരുണ്യത്തിൽ നിന്നും ദൈവത്തിന്റെ നന്മയിൽ നിന്നും നമ്മെ അകറ്റിക്കളയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ നന്മയിൽ നിന്ന് നമ്മെ അകറ്റുന്ന തെറ്റുകളും വീഴ്ചകളും അകൃത്യങ്ങളും. ഞാൻ ഇങ്ങനൊരു വാചകം നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. ദൈവത്തിന്റെ നന്മയിൽ നിന്ന് നമ്മെ അകറ്റുന്ന ഓരോ അനുഭവങ്ങളും അവസ്ഥകളും, സഹോദരങ്ങളെ, ദൈവത്തിന്റെ സ്വരം അവഗണിച്ച് തിന്മയുടെ സ്വരം കേൾക്കുന്ന നേരത്ത് ജീവിതത്തിൽ സംഭവിക്കുന്ന വീഴ്ചകളാണ്. ദൈവത്തിന്റെ സ്വരത്തെ അവഗണിച്ച്
തിന്മയുടെ സ്വരം കേൾക്കാൻ പോകുമ്പോൾ ജീവിതത്തിൽ സംഭവിക്കുന്ന വീഴ്ചകളാണ്, പരാജയങ്ങളാണ് ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റുന്ന അകൃത്യങ്ങളുടെ, പാപങ്ങളുടെ അവസ്ഥകളും അനുഭവങ്ങളും. ഞാനിത് പറയുമ്പോൾ മനുഷ്യ ചരിത്രത്തിൽ സംഭവിക്കുന്ന ആദ്യത്തെ അകൽച്ച, ദൈവത്തിൽ നിന്നുള്ള ആദ്യത്തെ അകൽച്ച, ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്നുള്ള, ദൈവത്തിന്റെ നന്മയിൽ നിന്നുള്ള ആദ്യത്തെ അകൽച്ച, അതിവിശുദ്ധ ഗ്രന്ഥത്തിന്റെ ആദ്യ താളുകൾ നമ്മുടെ മുമ്പിൽ പങ്കുവയ്ക്കും. ആദത്തിന്റെയും ഹൗവയുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു തകർച്ചയും ദൈവത്തിൽ നിന്ന് സംഭവിക്കുന്ന ഒരു അകൽച്ചയും. അവിടെ എന്ത് സംഭവിക്കുന്നു? ഞാൻ പറഞ്ഞല്ലോ, ഓരോ വീഴ്ചയും ദൈവത്തിന്റെ സ്വരത്തെ അവഗണിച്ച് തിന്മയുടെ സ്വരം കേൾക്കാൻ പോകുമ്പോൾ സംഭവിക്കുന്നത്. ഇവിടെ സംഭവിക്കുന്നതും ഇവിടെ സംഭവിച്ചതും പ്രിയപ്പെട്ടവരെ അതുതന്നെയാണല്ലോ. പറുദീസായിലാക്കി എല്ലാ സൗഭാഗ്യങ്ങളും എല്ലാ നന്മകളും ഈ ആദത്തിനും ഈ ഹൗവയ്ക്കും ഒരുക്കി കൊടുക്കുന്ന ദൈവം ഒരു കാര്യം പറയുന്നു. ആ കാര്യം ഇതാണ്: മക്കളെ, തോട്ടത്തിന് നടുക്ക് ഒരു മരമുണ്ട്. തോട്ടത്തിന് നടുക്ക് നിൽക്കുന്ന മരം കാണാൻ കൊള്ളുന്ന കായ്കൾ കായ്ക്കും, മനസ്സിനിണങ്ങിയത് പറിക്കാനും തിന്നാനും ഒക്കെ തോന്നുന്ന കായ്കൾ കായ്ക്കും. ആ കായ്കൾ നിങ്ങൾ തിന്നരുത്, അത് തൊടുക പോലും അരുത്, അത് തൊടുക പോലും അരുത്. ആ കായ്കൾ പറിച്ചു തിന്നാൽ നിങ്ങൾ മരിച്ചു പോകും. ആരുടെ സ്വരം? ആരുടെ സ്വരം? ആരുടെ സ്വരം? സാവുത്തരം. ആരുടെ സ്വരം? ദൈവത്തിന്റെ സ്വരം, ദൈവത്തിന്റെ വാക്ക്, ദൈവത്തിന്റെ നിർദ്ദേശം. ദൈവം ഇത് പറഞ്ഞിട്ട് മാറുന്ന നേരം ആര് വരുന്നു പ്രിയപ്പെട്ടവരെ? തിന്മയുടെ ശക്തി വരുന്നു. സാത്താൻ പാമ്പിന്റെ രൂപത്തിൽ വന്ന് ഹൗവായെ വിളിക്കുന്നു, പറയുന്നു, തോട്ടത്തിന് നടുക്ക് നിൽക്കുന്ന മരം അത് നീ കാണുന്നില്ലേ? ആ മരത്തിൽ എത്ര ആകർഷകമായ കായ്കൾ കാച്ചു കിടക്കുന്നു. എന്തുകൊണ്ട് ആ കാ പറിച്ചു തിന്നാൻ നിനക്ക് തോന്നുന്നില്ല? എന്തുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ആ മരത്തിന്റെ അടുത്തേക്ക് പോകുന്നില്ല? ഹൗവ പറയുന്നുണ്ട്, ദൈവം പറഞ്ഞിരിക്കുന്നു അരുതെന്ന്. ദൈവം പറഞ്ഞു ആ കാ പറിച്ചു തിന്നാൽ ഞങ്ങൾ മരിക്കുമെന്ന്. ദൈവം അരുത് എന്ന് പറഞ്ഞത് ഞങ്ങൾ ചെയ്യില്ല. ഈ സാത്താൻ പറയുകയാണ്, എന്തുകൊണ്ട് ദൈവം പറഞ്ഞു? നിങ്ങളോട് സ്നേഹമുള്ളത് കൊണ്ടൊന്നുമല്ലല്ലോ. ആ മരത്തിന്റെ കാ പറിച്ചു നിങ്ങൾ തിന്നാൽ നിങ്ങളുടെ കണ്ണുകൾ തുറക്കും, നിങ്ങൾ രണ്ടുപേരും ദൈവത്തെ പോലെയാകും, നന്മ തിന്മകൾ വേർതിരിച്ചറിയാനുള്ള കൃപ നിങ്ങൾക്കും കിട്ടും. അത് ദൈവത്തിന് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ലേ ദൈവം പറഞ്ഞത് ആ മരത്തിന്റെ കാ പറിക്കരുതെന്ന്? പ്രിയപ്പെട്ടവരെ, ഈ വിധത്തിൽ ഈ തിന്മയുടെ ശക്തി ഈ സ്ത്രീയെ വശീകരിക്കുമ്പോൾ നമ്മൾ കാണുകയാണല്ലോ, ആദ്യമായിട്ട് ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്നും കരുണയിൽ നിന്നും മനുഷ്യൻ അകലുന്ന നൊമ്പരം അവിടെ സംഭവിക്കുന്നു. ദൈവം പറഞ്ഞ വാക്ക് അത് അവഗണിച്ചിട്ട് ദൈവം പറഞ്ഞതിനേക്കാളും സത്യം സാത്താൻ പറയുന്നതിലുണ്ട് എന്ന് ചിന്തിച്ച് ദൈവത്തിന്റെ വാക്കിനെ അവഗണിച്ച് തിന്മയുടെ സ്വരം കേൾക്കാൻ പോകുന്നു. മനുഷ്യ ചരിത്രത്തിലെ ആദ്യത്തെ വീഴ്ച. ദൈവത്തിന്റെ കാരുണ്യത്തിൽ നിന്ന്, ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന്, നന്മയിൽ നിന്ന് മനുഷ്യൻ അകലുന്ന ആദ്യത്തെ നിമിഷം. അന്നു തൊട്ടിന്നുവരെ ദൈവത്തിന്റെ കാരുണ്യത്തിൽ നിന്നും ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്നും ഓരോരുത്തരും അകലുന്നത്, ഞാൻ അകലുന്നത്, സഹോദരങ്ങളെ നിങ്ങൾ അകലുന്നത് ദൈവത്തിന്റെ സ്വരത്തെ അവഗണിച്ചുകൊണ്ട് തിന്മയുടെ സ്വരം കേൾക്കാൻ പോകുന്ന നിമിഷങ്ങളിലാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു 2-3 മിനിറ്റുകൾ മാത്രം ഞാനൊന്ന് എടുത്തിട്ട് ഈ ദൈവത്തിന്റെ സ്വരം അവഗണിച്ച് ദൈവത്തിന്റെ കാരുണ്യത്തിൽ നിന്ന് അകലുന്ന മനുഷ്യൻ അവന് സംഭവിക്കുന്ന വീഴ്ചകളും പരാജയങ്ങളും കൂടി ഒന്ന് ഓടിച്ച് നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവരുന്നു. ദൈവത്തിൽ നിന്ന് അകലുന്ന മനുഷ്യൻ അവനിൽ നിന്ന് അകലുകയാണ്. ആദം നാം കാണുന്നുണ്ടല്ലോ, അതുവരെയും അവന്റെ ഒരു കുറവും അവനെ ശല്യപ്പെടുത്തുന്നില്ല. ദൈവത്തിൽ നിന്ന് അകലുന്ന നേരം ദൈവത്തിന്റെ വാക്കവഗണിക്കുന്ന ആദം നാം കാണുന്നുണ്ട്, തിരിഞ്ഞു നോക്കിയിട്ട് അവൻ പറയുന്നു, ഞാൻ നഗ്നനാണല്ലോ. അവൻ ഓടി ഒളിക്കുകയാണ്. അവന്റെ കുറവുകളിതാ അവനെ പിന്തുടരുകയാണ്, അവനെ വേട്ടയാടുകയാണ്. കുറ്റബോധത്തിന്റെ, നിരാശയുടെ, അപകർഷതയുടെ പിടിയിലേക്ക് ദൈവത്തിൽ നിന്ന് അകലുന്ന മനുഷ്യൻ ഇതാ വീഴുകയാണ്. അവനിൽ നിന്ന് അകലുകയാണ്. ഉത്കണ്ഠയുടെ, ആകുലതയുടെ അടിമത്തത്തിലോട്ട് അവൻ വീഴുകയാണ്. അവന്റെ മനസ്സ് ഭാരപ്പെടുകയാണ്. ഒറ്റ മിനിറ്റ് കൊണ്ട് ഞാൻ ഇങ്ങനെ ചുരുക്കുന്നു, ആദ്യത്തെ ഒരു പരാജയം, ദൈവത്തിൽ നിന്ന് അകലുന്ന മനുഷ്യൻ അവനിൽ നിന്നും അകലുന്നു. ഇതാ ഭാരപ്പെട്ടൊരു ജീവിതമായിട്ട് അവന്റെ ജീവിതം ഇതാ നൊമ്പരപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്.
ഹല്ലേലൂയ. സ്വരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു മിനിറ്റ് മാത്രം. രണ്ടാമതൊരു വീഴ്ച. ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്നും കരുണയിൽ നിന്നും അകലുന്ന മനുഷ്യൻ ആദമിതാ ഹൗവയിൽ നിന്നകലുന്നു. നമ്മുടെ സഹോദരങ്ങളിൽ നിന്ന് നമ്മൾ അകലുന്നതിന്റെ ഒരു അടയാളം. ഇന്നലെ വരെ ഈ ഹൗവ, നമുക്കറിയാം, ആദത്തെ സംബന്ധിച്ച് അവൻ എല്ലാമായിരുന്നല്ലോ. എന്റെ ജീവന്റെ ജീവനാണിവൾ, എന്റെ അസ്ഥിയുടെ അസ്ഥിയാണിവൾ, ഇവൾ എന്റേതാണെന്നൊക്കെ പറഞ്ഞ് അഭിമാനം കൊണ്ടിരുന്ന ആദം ദൈവം വന്നിട്ട് ചോദിക്കുന്നുണ്ടല്ലോ. ദൈവത്തിന്റെ വാക്ക് അവഗണിക്കുന്ന നേരത്ത് ദൈവം വന്നിട്ട് ചോദിക്കും, എന്തുകൊണ്ട് കുഞ്ഞേ അരുത് എന്ന് ഞാൻ പറഞ്ഞത് നീ ചെയ്യാനായിട്ട് പോയി? എന്തുകൊണ്ട്? ഇത്രയേറെ നിന്നെ സ്നേഹിച്ചു, നിനക്ക് വേണ്ടതൊക്കെ ഇവിടെ ഞാൻ ഒരുക്കി തന്നു. ഒരുപാട് കരുതലോടെ, ഒരുപാട് വാത്സല്യത്തോടെ നിങ്ങൾ രണ്ടുപേരെയും ഞാൻ വളർത്തി വലുതാക്കി. എന്നിട്ടും എന്തുകൊണ്ട് അരുത് എന്ന് പറഞ്ഞത് നിങ്ങൾ ചെയ്യാൻ വേണ്ടി പോയി? പ്രിയപ്പെട്ടവരെ, ഈ ചോദ്യത്തിന്റെ മുമ്പിൽ പതറി നിൽക്കുന്ന ഒരാദത്തിന്റെ ചിത്രമുണ്ട്. ഉൽപ്പത്തിയുടെ ആദ്യ അധ്യായങ്ങളിൽ പതറിപ്പോകുന്ന ആദം ദൈവത്തിന്റെ ചോദ്യത്തിന്റെ മുൻപിൽ, ആ പതർച്ചയ്ക്കിടയ്ക്ക് ആദം പറയുന്ന ഒരു മറുപടി ഉണ്ടല്ലോ, നീ എനിക്ക് കൂട്ടിന് തന്ന ഈ സ്ത്രീ, ഈ ഹൗവായാണല്ലോ ദൈവമേ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചെയ്യാനായിട്ടൊക്കെ പ്രേരിപ്പിച്ചത്. നോക്കൂ പ്രിയപ്പെട്ടവരെ, ഇന്നലെ വരെ ജീവന്റെ ജീവനായിരുന്നു, ഇന്നലെ വരെ എല്ലാമായിരുന്നു. ഇന്നിതാ ആ ഹൗവ എല്ലാ പ്രശ്നങ്ങളുടെയും കാരണക്കാരിയായിട്ട് തീരുന്നു. ഞാൻ ചുരുക്കുന്നു, സമയക്കുറവ് കൊണ്ട് ഞാൻ ചുരുക്കുന്നു. ആദം ഹൗവയിൽ നിന്നകലുന്നു, ഹൗവ ആദത്തിൽ നിന്നകലുന്നു. വ്യക്തിബന്ധങ്ങളിൽ ഉലച്ചിലുകൾ വരുന്നു, അസ്വസ്ഥതകൾ വരുന്നു, ആവശ്യമില്ലാത്ത തെറ്റിദ്ധാരണകൾ കടന്നു വരുന്നു. അങ്ങുവിങ്ങും മനസ്സിലാക്കാനോ ഉൾക്കൊള്ളാനോ ആകാത്ത നൊമ്പരത്തിലോട്ട് ഇവരിതാ കടന്നു വരുന്നു. വ്യക്തിബന്ധങ്ങളിൽ ഉലച്ചിലുകൾ വരുത്തും. ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് നാം അകന്നുപോയാൽ നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ അസ്വസ്ഥതകൾ കടന്നുവരും, തകർച്ചകൾ കടന്നുവരും. ദൈവത്തിന്റെ കാരുണ്യത്തിൽ നിന്നും ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്നും പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരും അകന്നാൽ രണ്ടാമത്തെ തകർച്ച ഇങ്ങനെയൊന്ന് മനസ്സിൽ സൂക്ഷിച്ചേക്കൂ, കുറിച്ചിട്ടേക്കൂ. ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് അകലുന്ന വ്യക്തി അവന്റെ സഹോദരങ്ങളിൽ നിന്നുകൂടി അകലുകയാണ്. ഒരു കാര്യവും കൂടി, ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ, ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് അകലുന്ന മനുഷ്യൻ ഈ പ്രകൃതിയിൽ നിന്ന് പോലും അവൻ അകലുകയാണ്. ഈ പ്രകൃതി പോലും അവനെതിരെ പുറംതിരിഞ്ഞ് നിൽക്കുകയാണ്. വീണ്ടും നോക്കൂ ആദത്തിലേക്ക്, വീണ്ടും നോക്കൂ ഹൗവായിലേക്ക്. ദൈവം പറയുന്നു, ഇന്നലെ വരെ പറുദീസ തോട്ടത്തിൽ നിങ്ങൾ സുഖമായിട്ട് കഴിഞ്ഞു, ഇനി അത് പറ്റില്ല. കാരണം നിങ്ങൾ എന്നെ ധിക്കരിച്ചു, എന്റെ സ്വരം നിങ്ങൾ അവഗണിച്ചു, തിന്മയുടെ സ്വരം കേൾക്കാൻ നിങ്ങൾ പോയി. പുറത്താക്കുന്നു. പറുദീസായിൽ നിന്ന് ദൈവം ആദത്തെയും ഹൗവയെയും ഭൂമിയിലേക്ക് കൈചൂണ്ടി ഈ മണ്ണിലിറങ്ങി അധ്വാനിക്കുവനെന്ന് ദൈവം പറയുന്നു. പ്രിയ സഹോദരങ്ങളെ, ഈ ആദവും ഹൗവയും ദൈവത്തിന്റെ കാരുണ്യത്തെ അവഗണിക്കുന്ന ഈ രണ്ട് മനുഷ്യർ മണ്ണിലിറങ്ങി അധ്വാനിക്കുന്നുണ്ട്. കഷ്ടപ്പെട്ട് ഇവര് പണിയെടുക്കുന്നുണ്ട്. ഈ പണിയെടുക്കലൊക്കെ കഴിഞ്ഞിട്ട് വിളവെടുപ്പിന്റെ കാലത്ത് വിളവെടുക്കാൻ വേണ്ടി ഇവർ ചെല്ലുമ്പോൾ ഉൽപ്പത്തിയുടെ 3-ാം അധ്യായം ഇങ്ങനെ പറയും നമ്മോട്, മുള്ളും മുൾച്ചെടികളുമാണ് ഭൂമി മുളപ്പിച്ചു കൊടുത്തത് അവർക്ക്. മുള്ളും മുൾച്ചെടിയും അധ്വാനിക്കുന്ന, കഷ്ടപ്പെടുന്ന, വിയർപ്പൊഴുക്കുന്ന, ബുദ്ധിമുട്ടുന്ന ഒരു മനുഷ്യൻ അവന്റെ അധ്വാനത്തിന് ഫലമെടുക്കാൻ വേണ്ടി മണ്ണിലോട്ടിറങ്ങുമ്പോൾ ഇതാ മുള്ളും മുൾച്ചെടിയും മുളച്ചു നിൽക്കുന്നു. അതാണ് സഹോദരങ്ങളെ ഞാൻ സൂചിപ്പിച്ചത്. ദൈവത്തിന്റെ കാരുണ്യത്തെ അവഗണിക്കുന്ന വ്യക്തി, ദൈവത്തിന്റെ സ്നേഹത്തെ അവഗണിക്കുന്ന വ്യക്തി, ദൈവത്തിന്റെ സ്വരവും ദൈവത്തിന്റെ വഴിയും അവഗണിക്കുന്ന വ്യക്തി, ഈ പ്രകൃതി പോലും ആ വ്യക്തിക്കെതിരെ പുറംതിരിഞ്ഞു നിൽക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വലതുകര ഉയർത്തി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാൻ കരുതുകയാണ്, നേരക്കുറവ് കൊണ്ട് ഞാൻ തിരക്ക് കൂട്ടി സംസാരിച്ചെങ്കിലും എന്നെ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. ദൈവത്തിന്റെ കരുണയിൽ നിന്നും നന്മയിൽ നിന്നും ഒരു വ്യക്തി അകന്നാൽ, ദൈവത്തിന്റെ സ്വരത്തെ അവഗണിച്ചുകൊണ്ട് നീയും ഞാനും ജീവിച്ചാൽ പരാജയങ്ങളിലേക്ക്, തകർച്ചകളിലേക്ക്, വീഴ്ചകളിലേക്ക്, നൊമ്പരങ്ങളിലേക്ക് ആണ് സഹോദരങ്ങളെ നിങ്ങളും ഞാനും ചുവടുകൾ വെച്ച് മുന്നോട്ട് നീങ്ങുന്നത്. ഞാനൊരു വചനം കൊണ്ടുവരുന്നു നിങ്ങളുടെ മുമ്പിൽ. മിക്കായുടെ പ്രവചന ഗ്രന്ഥത്തിൽ നിന്ന് 6-ാം അധ്യായത്തിലെ 13 തൊട്ട് 15 വരെ തിരുവചനങ്ങൾ നാം ഇങ്ങനെ വായിക്കും. പ്രിയപ്പെട്ടവരെ, ദൈവം അരുളി ചെയ്യുന്നു, നിന്റെ പാപം നിമിത്തം നിന്നെ ഞാൻ നിർജീവമാക്കും.
നിന്റെ പാപം നിമിത്തം നിന്നെ ഞാൻ പരിത്യജിക്കും, നിന്നെ ഞാൻ തള്ളിക്കളയും. എന്നിട്ട് തുടരും, നീ അധ്വാനിക്കും, നിനക്കൊന്നും മിച്ചം കിട്ടില്ല. നീ കഷ്ടപ്പെട്ട് പണിയെടുക്കും, നിനക്ക് യാതൊന്നും കൃഷിഭൂമി വിളവ് തരില്ല. നീ മുന്തിരി പിഴിയും, വീഞ്ഞു നിനക്ക് കുടിക്കാനായിട്ടൊക്കില്ല. നീ ഒലിവാട്ടും, എണ്ണ നിനക്ക് കിട്ടില്ല. നീ ഒരുപാട് നീ സമ്പാദിക്കും, പക്ഷെ യാതൊന്നും നിനക്ക് മിച്ചം വെക്കാൻ കിട്ടില്ല. കാരണം നീ ദൈവത്തിന്റെ സ്വരത്തെ അവഗണിച്ചുകൊണ്ട് തിന്മയുടെ സ്വരം കേൾക്കാൻ പോയ വ്യക്തി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിന്റെ പാപം നിമിത്തം, നിന്റെ അകൃത്യങ്ങൾ നിമിത്തം നിന്നെ ഞാൻ പരിത്യജിക്കും, നിന്നെ ഞാൻ കൈവിടും. കാരണം നീ എന്റെ വാക്ക് അവഗണിച്ചു, നീ തിന്മയുടെ സ്വരം കേൾക്കാൻ വേണ്ടി പോയി. ഒരു തിരുവചനവും കൂടി പ്രിയപ്പെട്ടവരെ ശ്രദ്ധിച്ചുകൊള്ളൂ. സംഖ്യയുടെ പുസ്തകം 32-23 തിരുവചനം. ഇങ്ങനെയാണ് തിരുവചനം: നിന്റെ പാപം നിന്നെ വേട്ടയാടുമെന്ന് നീ ഓർത്തുകൊള്ളണം. ദൈവത്തിന്റെ സ്വരത്തെ അവഗണിക്കുന്ന വ്യക്തി, പാപസുഖങ്ങളുടെ പിന്നാലെ പോകുന്ന വ്യക്തി, ജഡിക സുഖങ്ങളുടെ പിന്നാലെ പോകുന്ന വ്യക്തി, തിന്മയുടെ വഴിയെ നടക്കുന്ന വ്യക്തി, അകൃത്യങ്ങൾ ചെയ്യുന്ന വ്യക്തി, അനീതിയും വഞ്ചനയും നടത്തുന്ന വ്യക്തി, ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു, നിന്റെ തെറ്റുകളും നിന്റെ തിന്മകളും നിന്റെ പാപാവസ്ഥകളും നിന്നെ വേട്ടയാടും, നിന്റെ പിന്നാലെ വിടാതെ പിന്തുടരുമെന്ന് നീ ഓർത്തുകൊള്ളൂ എന്ന ദൈവത്തിന്റെ സ്വരം. ഞാനിത് പറയുമ്പോൾ ഒരു 10-12 കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ പോട്ടാശ്രമത്തിൽ താമസിക്കുമ്പം ഇവിടെ താമസിച്ചുള്ള ധ്യാനം കൂടാൻ വേണ്ടി വന്നൊരു ചെറുപ്പക്കാരൻ, അവൻ എന്റെ മുറിയിൽ സംസാരിക്കാൻ വേണ്ടി വരികയാണ്. ധ്യാനത്തിന്റെ അവസരത്തിൽ ഒരു 30 വയസ്സിൽ താഴെയുള്ളൊരു ചെറുപ്പക്കാരൻ, അവിവാഹിതനാണ്. അവൻ വന്ന് വീടും കാര്യങ്ങളും പേരുമൊക്കെ പറഞ്ഞ് പ്രാർത്ഥനയുടെ ആവശ്യം പങ്കുവെക്കുമ്പോൾ അവൻ ഇങ്ങനെയും കൂട്ടിച്ചേർക്കുന്നു: അച്ഛാ, ഞാനൊരു എയ്ഡ്സ് രോഗിയാണ്. അച്ഛാ, ഞാനൊരു എയ്ഡ്സ് രോഗിയാണ്. ഞാൻ ഈ രോഗത്തിന്റെ പേര് പറയുമ്പോൾ അതിന്റെ ഭീകരതയും നൊമ്പരവും എന്തുമാത്രമുണ്ടായെന്ന് എന്നെ കേൾക്കുന്ന നിങ്ങൾക്കറിയാം. വൈദ്യശാസ്ത്രം ഇന്നും തോറ്റു നിൽക്കുന്ന ഒരു രോഗം. 30 വയസ്സിൽ അവന് മിടുക്കനായൊരു ചെറുപ്പക്കാരൻ. അവൻ ഇതൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുമ്പോൾ, അച്ഛാ, വൈദ്യശാസ്ത്രം എന്റെ മുൻപിൽ മരുന്നില്ല, തോറ്റു നിൽക്കുന്നുവെങ്കിലും ദൈവത്തിന്റെ കാരുണ്യം എന്റെ കൂടെയുണ്ട്. ദൈവം എന്നെ തൊടുമച്ച, ഈ ദിവസങ്ങളിൽ ദൈവം എന്നെ തൊട്ടാൽ ഞാൻ സുഖപ്പെടുമച്ച എന്നൊക്കെ പറഞ്ഞ് ദൈവത്തിൽ വലിയ പ്രത്യാശയർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥന ചോദിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിക്കും മുൻപ് ഈ ആശ്രമത്തിൽ വെച്ച് 12 കൊല്ലം മുമ്പ് ചോദിച്ചൊരു ചോദ്യം ഇന്നും അതെന്റെ മനസ്സിലുണ്ട്. ആ കൊച്ചനുജന്റെ മുഖവും എന്റെ മനസ്സിലുണ്ട്. ഞാൻ ചോദിച്ചു: മോനെ, നിരാശയോടെയാണോ നീ ദൈവത്തിന് മുമ്പിലോട്ട് കടന്നു വന്നതും ഈ പോട്ടയിലായിരിക്കുന്നതും? കൊച്ചു പ്രായത്തിൽ ഇങ്ങനെയൊന്ന് വന്നു. ചിന്തിക്കൂ സഹോദരങ്ങളെ, 30 വയസ്സെത്താത്തൊരു ചെറുപ്പക്കാരൻ മരണത്തിന്റെ ദിനങ്ങളും എണ്ണി എണ്ണി കഴിയേണ്ടി വരുന്നൊരവസ്ഥ. നിരാശയാണോ കുഞ്ഞ് നിനക്ക്? എന്റെ ചോദ്യം അതാണ്. ഈ ചോദ്യത്തിന് അവൻ തന്ന മറുപടി ഏതാണ്ട് ഇങ്ങനെയൊക്കെയായിരുന്നു, പ്രിയപ്പെട്ടവരെ: ഇല്ലച്ചാ, നിരാശയില്ലച്ചാ. എന്തിന് ഞാൻ നിരാശപ്പെടണം? തിരിച്ചു ചോദിക്കുന്നു, എന്തിന് ഞാൻ നിരാശപ്പെടണം? എന്നിട്ട് അവൻ കൂട്ടിച്ചേർക്കുന്നു: അച്ഛാ, എന്റെ കഴിഞ്ഞ നാളുകളിലെ എന്റെ കുത്തഴിഞ്ഞ ജീവിതം എനിക്ക് സമ്മാനിച്ചത് അച്ഛാ. ഇത് കഴിഞ്ഞ നാളുകളിലെ കുത്തഴിഞ്ഞ ജീവിതം എനിക്ക് സമ്മാനിച്ചത്. നമ്മുടെയൊക്കെ നാട്ടിൽ ഒന്നാന്തരം ഒരു കത്തോലിക്ക കുടുംബത്തിൽ പിറന്നൊരു കൊച്ച്, മിടുക്കനായിട്ട് പഠിച്ചു വളർന്നവൻ, ഉയർന്ന നിലയിൽ പരീക്ഷകളിലൊക്കെ ജയിച്ചവൻ, നമ്മുടെ നാട്ടിൽ നിന്ന് അകന്നൊരു പുറത്തൊരു അന്യ സംസ്ഥാനത്ത് ചെന്നൊരു ജോലി മേഖലയിലായിരിക്കുമ്പം അവിടെ കടന്നു വരുന്ന ചില തെറ്റായ അടുപ്പങ്ങളും കൂട്ടുകെട്ടുകളും, ചില വഴിവിട്ട ജീവിതങ്ങൾ, ഇന്നിതാ ഈ രോഗത്തിന്റെ പിടിയിലായി അവൻ ഈ ആശ്രമത്തിൽ ഒരു 12 കൊല്ലം മുമ്പ് കടന്നു വന്നിരിക്കുന്നു ദൈവത്തിന്റെ തിരുമുമ്പിലേക്ക്. അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ആ കുഞ്ഞനുജൻ പറയുക: ഞാൻ എന്തിനു നിരാശപ്പെടണം വെച്ചാ, എന്റെ കഴിഞ്ഞ നാളുകളിലെ കുത്തഴിഞ്ഞ ജീവിതം അത് സമ്മാനിച്ചത്. എന്നിട്ട് അവൻ ഇങ്ങനെ ഒരു വാചകം കൂടി കൂട്ടിച്ചേർത്തു: ഞാൻ നടക്കേണ്ട വഴിയിലച്ചാ ഞാൻ തന്നെ കുഴി കുഴിച്ചു, ഞാൻ കുഴിച്ച കുഴിയിൽ ഞാൻ തന്നെ വീണു, ഇന്ന് മുറിവേറ്റിരിക്കുന്നു. ഞാൻ എന്തിനു പരിഭവപ്പെടണം? ഞാൻ എന്തിനു നിരാശപ്പെടണം? ദൈവം കരുണ കാണിക്കുമെന്ന പ്രതീക്ഷയോടെ ഞാൻ ദൈവത്തിന്റെ മുൻപിലിരിക്കുന്നു വെച്ചാ എന്ന് പറഞ്ഞ് എന്റെ പ്രാർത്ഥനയും അനുഗ്രഹവും മേടിച്ച് ഈ കുഞ്ഞനുജനന്റെ മുറിയിൽ നിന്ന് നടന്ന് അകലുമ്പോൾ എന്റെ മനസ്സിൽ തെളിയുന്ന തിരുവചനം അല്പം മുമ്പ് ഞാൻ പങ്കുവച്ചു. നിന്റെ പാപങ്ങളും നിന്റെ അകൃത്യങ്ങളും നിന്നെ വേട്ടയാടുമെന്ന് നീ
ഓർത്തുകൊള്ളൂ എന്ന ദൈവത്തിന്റെ സ്വരം. അതേ സഹോദരങ്ങളെ, ദൈവത്തിന്റെ നന്മയെ, ദൈവത്തിന്റെ കരുണയെ, ദൈവത്തിന്റെ സ്നേഹത്തെ അവഗണിക്കുന്ന വ്യക്തി പരാജയത്തിലോട്ടും തകർച്ചയിലോട്ടും വീഴ്ചയിലോട്ടുമാണ് നടന്നു നീങ്ങുന്നത്.